നമസ്കാരം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ട് ടെർമിനലുകളിലൊന്നായ അബുദാബി ഷെയ്ഖ് സായിദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ എയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. എയർപോർട്ടിലേക്കല്ല, അബുദാബിയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള വെക്കേഷൻ യാത്രയിലാണ്. അപ്പോൾ എന്തായാലും ടെർമിനൽ എയുടെ ഡിപ്പാർച്ചർ സെക്ഷൻ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് കരുതി. നിരവധി കാലതാമസങ്ങൾക്ക് ശേഷം വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ച മിഡ്ഫീൽഡ് ടെർമിനൽ എന്നറിയപ്പെടുന്ന പുതിയ വിമാനത്താവളത്തിൻ്റെ പ്രധാന കെട്ടിടവും സെൻറ്റർ പീസും ഈ കാണുന്ന ടെർമിനൽ എ ആണ്. 7,80,000 ചതുരശ്ര മീറ്ററിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പ്രതിവർഷം 45 മില്യണിലധികം പാസഞ്ചേഴ്സ് കപ്പാസിറ്റി ഇപ്പോൾ ഈ ടെർമിനലിലുണ്ട്. പിന്നെ ഒരു 60 മില്യൺ ആക്കാനുള്ള ഓപ്ഷൻസും വെച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൂടാതെ അഡീഷണൽ ഫെസിലിറ്റി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 80 മില്യൺ ആക്കാനായിട്ടുള്ള ഓപ്ഷൻസും ഇതിലുണ്ട്. തിരക്കേറിയ സമയങ്ങളിൽ 79 എയർബസ് A380 വിമാനങ്ങളെയും 11,000 യാത്രക്കാരെയും ഹാൻഡിൽ ചെയ്യാൻ ഈ ടെർമിനൽ എക്ക് കഴിയും. അത്യാധുനികവും നൂതനവുമായ സൗകര്യങ്ങളാൽ സജ്ജീകരിച്ചിരിക്കുന്ന ഇതിന് സ്ക്രീനിങ്ങും ബോർഡിങ്ങും വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ബയോമെട്രിക് ടെക്നോളജികളുണ്ട്. ഈ ബയോമെട്രിക് ടെക്നോളജി പഴയ എയർപോർട്ടിലും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഹ്യൂജ് സിസ്റ്റമാണ് ഇവിടെ. ഞാനൊക്കെ അബുദാബി എയർപോർട്ടിൽ പാസ്പോർട്ട് സീൽ വെച്ചിട്ട് വർഷങ്ങളായി. ന്യൂയോർക്ക് ബേസ്ഡ് കമ്പനിയായ കോൺപിഡക്സ് ആൻഡ് ഫോക്സ് എന്ന ആർക്കിടെക്ചറൽ ഫേമാണ് ടെർമിനൽ എയുടെ പുറംഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ദുബായിലെ അറ്റ്ലാന്റിസ് ഡിസൈൻ ചെയ്ത ടീമാണ്. ഈ ടെർമിനൽ എ 2017 ജൂലൈ 7 തുറക്കാനിരുന്നതായിരുന്നു. പിന്നീട് 2019 സ്പെഷ്യൽ ഒളിമ്പിക്സിൻ്റെ തുടക്കത്തിലേക്ക് മാറ്റി. അതിനുശേഷം COVID-19 പാൻഡമിക് കാരണം 2021 മാറ്റി. 2021 ജൂലൈ 5 പ്രധാന നിർമ്മാണ കമ്പനിയുമായുള്ള കരാർ റദ്ദാക്കപ്പെട്ടു. പിന്നീട് ഏതൻസ് ആസ്ഥാനമായുള്ള CCCയും അബുദാബി ആസ്ഥാനമായുള്ള ട്രോജൻ, തുർക്കിയിലെ TAV ഇൻസാറ്റ്, UAEയിലെ അറബ് ടെക് എന്നീ കമ്പനികൾ ചേർന്ന് ഒരുമിച്ച് വർക്ക് ചെയ്താണ് ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയത്. ഈ സെൻറ്ററിൽ കാണുന്ന ഗ്ലാസ് സ്ട്രക്ചറിൽ അത് പഴയ അബുദാബി എയർപോർട്ടിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ഡിസൈനാണ്. അതിൻ്റെ ഒരു ന്യൂജൻ വേർഷൻ ഇവിടെ പുതിയ എയർപോർട്ടിൽ അവർ ഗ്ലാസ് കൊണ്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ്. ടെർമിനൽ എയിലെ യാത്രക്കാർക്ക് പ്രീ ട്രാവൽ ചെക്ക് മുതൽ ബോർഡിംഗ് ഗേറ്റ് വരെയുള്ള യാത്ര വളരെ സുഖകരമായിരിക്കും. ഒരു തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്നതായിരിക്കും. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ തന്നെയാണ്. അത്യാധുനിക സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പോകുന്നത്. ഞാനിവിടുന്ന് പ്രീ ട്രാവൽ ചെക്കൊക്കെ കഴിഞ്ഞ് എമിഗ്രേഷനിലേക്ക് പോയി. ഒരു എയർപോർട്ടിലും എമിഗ്രേഷൻ സെക്ഷൻ വീഡിയോ എടുക്കാനുള്ള അനുവാദമില്ല. അതുകൊണ്ട് തന്നെ ഇവിടത്തേക്ക് കഴിഞ്ഞ് എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡ്യൂട്ടി ഫ്രീയിലെത്തുകയാണ്. 35,000 ചതുരശ്ര മീറ്ററിലാണ് ഇതിൻ്റെ വാണിജ്യ ഭാഗങ്ങൾ നിലനിൽക്കുന്നത്. അതിൽ 163 ഔട്ട്ലെറ്റുകളുണ്ട്. ഇവിടെ ഓരോ ഔട്ട്ലെറ്റുകളും അവരുടെ പ്രൊഡക്റ്റ് പ്രസൻറ്റ് ചെയ്തേക്കുന്ന രീതിയാണ് മനോഹരം. ഏകദേശം 26,000 രൂപ വില മതിക്കുന്ന പെർഫ്യൂംസാണ് ഈ ഇരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് പല സാധനങ്ങളും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ലോകത്തിലെ ഒരുവിധപ്പെട്ട ലക്ഷറി ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റ് നമുക്കിവിടെ കാണാൻ കഴിയും. കാശുണ്ടെങ്കിൽ വാങ്ങിക്കാനും കഴിയും. ഇനി കുറച്ചു നേരം ഈ ഡ്യൂട്ടി ഫ്രീയിലെ കാഴ്ചകൾ നമുക്ക് കാണാം.
ഡ്യൂട്ടി ഫ്രീയുടെ കാഴ്ചകളിൽ നിന്നും നമ്മൾ മുന്നോട്ട് പോകുകയാണ്. ബോർഡിംഗ് ടൈം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനു മുൻപായി അവിടെ എത്തിച്ചേരണം. കുറച്ച് വഴി നടക്കാനുണ്ട്, കുറച്ചല്ല കുറച്ചധികം വഴി. എനിക്ക് B16 എത്തേണ്ടത്. പോകുന്ന വഴിക്ക് ചുറ്റുപാടൊക്കെ നിരീക്ഷിച്ച് ഈ കാഴ്ചകളും കണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. മനോഹരമായ ഒരുപാട് കാഴ്ചകൾ നമുക്കിതിൽ കാണാനുണ്ട്. അതിലും കൂടുതൽ നടക്കാനുണ്ട് എന്നുള്ളതാണ് സത്യം. ഒരുപാട് ദൂരം നടക്കാനുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഈ മൂവിങ് വോക്ക് ഉണ്ട്. അതുകൊണ്ട് നടക്കുന്ന ദൂരം കുറവായിട്ടും വേഗം എത്തുന്ന പോലെയും നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ B16 എത്തിയപ്പോഴേക്കും ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഓൾറെഡി കയറി തുടങ്ങി. സോ ക്യാമറയൊക്കെ എടുത്തു വെച്ച് ഞാനും വേഗം ഫ്ലൈറ്റിലേക്ക് കയറി. എയർ അറേബ്യയാണ് ഫ്ലൈറ്റ്. ഈ അബുദാബി എയർപോർട്ട് 3 ഫ്ലൈറ്റുകളുടെ ഹബ്ബാണ്. 1 എത്തിഹാദ്, 2 എയർ അറേബ്യ, 3 വിസ് എയർ അബുദാബി. ഹാൻഡ് ലഗേജൊക്കെ ഉള്ളിൽ വെച്ച് വേഗം കയറിയിരുന്നു. ഫുൾ സെറ്റായി. ഈ എയർ അറേബ്യയിൽ എൻ്റർടൈൻമെൻറ്റിനായി സ്കൈ ടൈം എന്നൊരു ഓപ്ഷനുണ്ട്. നമ്മുടെ മൊബൈലിൽ ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ സിനിമകളും സീരീസുകളും പല കാര്യങ്ങളും നമുക്ക് കിട്ടും. അതിൽ മലയാളം സിനിമകളടക്കമുണ്ട്. വേറൊന്നും കാര്യമായി ചെയ്യാനില്ലാത്തതുകൊണ്ട് ഈ ബുക്കൊക്കെ ഒന്ന് മറച്ചു നോക്കി അങ്ങനെയിരുന്നു. അങ്ങനെ ഞാൻ ആദ്യമായി ടെർമിനൽ എയിൽ നിന്നും അറേബ്യൻ മണ്ണിനെ പിന്നിലാക്കിക്കൊണ്ട് എയർ അറേബ്യയിൽ യാത്ര തുടങ്ങി. നമ്മുടെ വീഡിയോ ഒരുപാട് പേർ കാണുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അതുപോരാ, നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രൈബും ഒക്കെ ആവശ്യമുണ്ട്. എന്നാലാണ് ഇനി മുന്നോട്ട് പോകാനുള്ള ഊർജം എനിക്ക് ലഭിക്കുകയുള്ളൂ. ടേക്ക് ഓഫൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ലൈറ്റൊക്കെ ഇട്ടു. അപ്പോഴേക്കും എയർ ഹോസ്റ്റസ്മാർ വന്ന് ടിഷ്യൂ തന്നു, വെള്ളം തന്നു, സ്നാക്ക് തന്നു. അതൊക്കെ കഴിച്ച് ലൈറ്റൊക്കെ കിടത്തി സുഖമായി കിടന്നുറങ്ങി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടിക്കോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.